ഹലോ ഗൈസ്, ഇത് നമ്മുടെ മറ്റൊരു പൈനാപ്പിൾ തോട്ടത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ കണ്ട നെറ്റൊക്കെ മൂടി വിരിച്ചിരിക്കുന്ന ചൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പൈനാപ്പിൾ തോട്ടമാണ്. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. തൊട്ട് മുമ്പിലായിട്ട് ഒരു ചെക്ക് ഡാമും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മോളോത്തുകടവ് ചെക്ക് ഡാം എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഡാമിൻ്റെയൊക്കെ താഴേന്ന് വരുന്ന കുളമാവ് ഡാമിൻ്റെയൊക്കെ താഴേന്ന് വരുന്ന ഒരു ചെറിയ തോടും കൂടിയാണിത്. അത്യാവശ്യം മറ്റ് കൈത്തോടുകളൊക്കെ ചേർന്ന് അത്യാവശ്യം വെള്ളമുള്ളൊരു തോടും കൂടിയാണ്. ഇത് വന്ന് നേരെ തൊമ്പുകുത്താറിലേക്ക് കളിയാർപ്പുഴയിലേക്ക് സംയോജിച്ചാണ് മൂവാറ്റുപുഴയിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ താഴേക്ക് തോട്ടിലേക്ക് ഇറങ്ങുന്ന കാൽപ്പവിടുകൾ അവിടെ പടവ് കെട്ടിയിട്ടേക്കെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ധാരാളം മീനുകളുള്ളൊരു തോടും കൂടിയാണ്. മേളിൽ ചെക്കിടാമൻ്റെ മേളിൽ നന്നായിട്ട് മുഴുത്ത വാകയൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പം വരാലുകളും അത്യാവശ്യം തോട്ടിലുണ്ട്. പുതുമഴയത്ത് ചെക്കിടാമൻ്റെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം മീൻ പിടിക്കാനൊക്കെ കഴിയും. അത് ഒരു സെറ്റ് കൊഴുവ പോലെയുള്ള ഒരു സെറ്റ് കുഞ്ഞുങ്ങളാണ് പോകുന്നത്. ഇത് നമ്മുടെ ക്യാമറമാനാണ് ഈ വെള്ളത്തിൽ കൂടെ ഒരു നിഴലായിട്ട് ഇങ്ങനെ പോകുന്നത് കാണുന്നത്. ഇപ്പോൾ മണൽ വാരലൊന്നും ഇല്ലാത്തതുകൊണ്ട് പുഴയിൽ നിന്ന് ഒരുമാതിരി നിരന്നൊക്കെയാണ് തോടുകൾ കിടക്കുന്നത്. ഒരു തോടാണെങ്കിലും അത്യാവശ്യം വീതിയുള്ള ഒരു പുഴയുടെ ഗുണം ചെയ്യുന്ന തോടും കൂടെയാണിത്. മഴക്കാലത്ത് ഇത് കരകവിഞ്ഞൊഴുകുന്ന ഒരു തോടും കൂടെയാണ്. ധാരാളം ചെറുമീനുകളൊക്കെ ഇതിനകത്ത് കാണാം. രാത്രി സമയത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വരാലും കല്ലേമുട്ടി മുതലായ മീനുകളെയും രാത്രി വന്നു കഴിഞ്ഞാൽ കാണാം. ഇത് നമ്മുടെ പറമ്പിലേക്ക് കയറി പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണ്. തോട് ക്രോസ് ചെയ്ത് വേനൽക്കാലത്ത് മാത്രമേ നമുക്കിതിലെങ്ങനെ അക്കരയ്ക്ക് കയറാനായിട്ട് കഴിയുള്ളൂ. നമ്മളിന്ന് അവിടെ അത്യാവശ്യം പുല്ലുകൾക്ക് ചെറുതായിട്ടൊരു കളനാശിനി അടിക്കുകയാണ്. അത്യാവശ്യം പുല്ലുകളൊക്കെ വെട്ടി അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള ചെറുപുല്ലുകൾക്കൊക്കെ മരുന്നടിക്കുന്ന ഒരു ചിത്രമാണ്. ഇത് നമ്മുടെ 1.5 HP മോട്ടോർ വെച്ചാണ് നമ്മൾ ജലസേചനം വെള്ളം എടുക്കുന്നത്. ഡയറക്സ് എന്ന് പറയുന്ന ഒരു കളനാശിനി ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഈ പൈനാപ്പിളിൻ്റെ ഇടയ്ക്കത്തെ പുല്ലിനെയൊക്കെ നശിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈനാപ്പിളിന് വലിയ കേടുവരില്ല. അപ്പോൾ തന്നെ അതിനിടയ്ക്കുള്ള പുല്ലുകളൊക്കെ നശിക്കപ്പെടുന്നതുകൊണ്ട് നമുക്കത്രയും ആളുകളുടെ പണിക്കൂലി കുറയ്ക്കാം, പണിച്ചെലവ് കുറയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. ഈ ഒരു കളനാശിനി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് പൈനാപ്പിൾ കൃഷി ഇത്രയധികം വർദ്ധിക്കാൻ ഇടയായത്. ദൂറാസ് അടിച്ചു കഴിഞ്ഞാൽ 2-3 മാസത്തേക്ക് പിന്നെ പുല്ലൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഗുണവും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഈ തോട്ടം ഏതാണ്ട് കാലാവധി തീരാറായതാണ്. 40 മാസം കാലാവധിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് റബ്ബറാണ് പ്ലാന്റ് ചെയ്തിരുന്നത്. മരം വലുതായ കാരണം തോട്ടത്തിൻ്റെ കാലാവധി ഏതാണ്ട് തീരാറായി. എങ്കിലും അതിനകത്ത് പിന്നെയും കാനി എടുത്താനായിട്ട് നമ്മളൊരു 6 മാസം കൂടെ പിന്നെയും മേടിച്ചിട്ടുണ്ടത്. തൊട്ടപ്പുറത്ത് കാണുന്ന തോട്ടത്തിൽ നമ്മൾ റംബൂട്ടാനാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. റബ്ബറും റംബൂട്ടാനുമാണ് സാധാരണ ഇങ്ങനെയുള്ള കനാരയ്ക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നത്. ഇന്ന് ഇതിൻ്റെ അകത്തും അല്പം പണികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ ചില പൈനാപ്പിളിനൊക്കെ മേളിൽ കൂടെയുള്ള പുല്ല് കരിഞ്ഞു പോവുകയും നെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തും ഭായിമാർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇനി ഒരു 1-1.5 മാസം കൂടെ വേണം ഈ പൈനാപ്പിൾ നമുക്ക് വിളവെടുക്കണമെങ്കിൽ. എല്ലാ പൈനാപ്പിളും നമ്മളിങ്ങനെ എത്തിഫോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ചെയ്തിട്ടില്ല. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1 കിലോ ചൊക്കെ കിട്ടുന്നതിന് മാത്രമേ നമ്മളിങ്ങനെ ഹോർമോൺ ഒഴിക്കാറുള്ളൂ. ആ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പൈനാപ്പിളും ഒരേ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എറ്റിഫോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാകും അതൊരു വിഷമല്ല എന്നൊക്കെ. അങ്ങനെ ഒരു വിഷമല്ല, അത് ഒരു പ്രത്യേക ക്ലൈമറ്റ് ഈ പൈനാപ്പിളിൻ്റെ ഈ കൂമ്പിലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പൈനാപ്പിളുകളെല്ലാം ഒരേ സമയത്ത് കൊലയ്ക്കുന്നത്. ആ പേടിയിലാരും പൈനാപ്പിൾ കഴിക്കാതിരിക്കണ്ട. മറ്റ് ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് പൈനാപ്പിളിന് കേട് അങ്ങനെയുള്ള മരുന്നുകൾക്ക് അടിക്കുന്ന മരുന്നുകൾ വളരെ പരിമിതമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഓറഞ്ചിനോ പേരയ്ക്കൊക്കെ കടിക്കുന്ന മരുന്നുകളെ അപേക്ഷിച്ച് ഇതിനങ്ങനെ വേറെ ശല്യങ്ങളൊന്നുമില്ല, മുള്ളായതുകൊണ്ട്. അതുകൊണ്ട് ഇതിന് കാര്യമായ കേടിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകളൊന്നും അടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ യൂറിയ, പൊട്ടാഷ് അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നട്ടേക്കുന്ന ഒരു റംബൂട്ടാൻ്റെ പ്ലാന്റാണ്. നനയ്ക്കാനുള്ള ഒരല്പം അസൗകര്യം കാരണമാണ് റംബൂട്ടാൻ ഇച്ചിരി വളർച്ചയും മുരടിച്ച് നിൽക്കുന്നത്. റംബൂട്ടാൻ നടുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നനയ്ക്കാനുള്ള നല്ല സൗകര്യം എപ്പോഴും അത്യാവശ്യമാണ്. റംബൂട്ടാൻ ധാരാളം വെള്ളം ആവശ്യമുള്ളൊരു ചെടിയും കൂടെയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു താൽക്കാലിക പാലൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ നടാനൊക്കെ ആയിട്ട് അക്കരെ നിക്കരയ്ക്ക് റോപ്പിലൊക്കെ ആയിരുന്നു കാനികളൊക്കെ കൊണ്ടുവന്നത്. ഇതാണ് ആ കാണുന്ന ചെക്ക് ഡാം, മോളൂത്തുകടവ് ചെക്ക് ഡാം. വാഴക്കാല എന്ന് പറയുന്ന കൊടുക്കുളം പഞ്ചായത്തിലെ ഒരു സ്ഥലമാണിത്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിള്ളേർ തലം കുത്തി കാരണം കുത്തിയൊക്കെ മറയുന്നതൊക്കെ കാണാൻ അടിപൊളിയായ സ്ഥലമാണ്. ഇത് നമ്മുടെ സ്വന്തം നദനയിൽ അല്പം മീൻപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്.
അവൻ്റെ അപ്പം ഭയങ്കര മീൻപിടുത്തക്കാരനായതുകൊണ്ട് അവനും മീൻപിടുത്തത്തിൻ്റെ ഒരു ട്രെയിനിങ് നടത്തുന്നതാണ് ഈ കാണുന്നത്. ഒരു തോർത്തൊക്കെ താഴെ വെച്ചിട്ട് പുള്ളി മീനെ ഓടിച്ച് പിടിക്കുന്ന ചിത്രമാണിത്. 1-2 പേരിലൊക്കെ കിട്ടുകയും ചെയ്തു. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ വെള്ളത്തിലിറങ്ങുക, വെള്ളത്തിൽ കളിക്കുക, മീൻ പിടിക്കുകയൊക്കെ. അപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പുതുമഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ മെയ് മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം മീനുകൾ ഇവിടെ ഉണ്ടാവും. അവൻ്റെ ആഗ്രഹം മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനും അവൻ്റെ കൂടെ അല്പം മീൻ പിടിക്കാനായിട്ട് കൂടി. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരാളുടെ കഴുത്തിൽ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ മീനെ പിടിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കത്തക്ക രീതിയിലാണ് അവൻ്റെ കൂടെ അല്പ നേരം മീൻ പിടിക്കാൻ കൂടിയിരിക്കുന്നത്. തോർത്തുണ്ടെങ്കിൽ 2 പേർക്കും ഇല്ലെങ്കിൽ ഒരാൾക്ക് തന്നെയാണെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ അത്യാവശ്യം മീനുകൾ ഇങ്ങനെ കോരിപ്പിടിക്കാം. ഇന്നത്തെ ന്യൂജൻ രീതിയിലാണെങ്കിൽ ഉടക്കു വലകളും വീശ് പുരകളും അതുപോലെ പ്രത്യേക വലകളൊക്കെ ഇൻവെർട്ടറുകളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ആൾക്കാർ മീൻ പിടിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ട്രെൻഡൊന്നും ഇന്ന് കാണാനില്ല. ഇതിപ്പോൾ നദനയിൽ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മീൻ പിടുത്തം. നദനയിലും മീൻ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളമൊക്കെ ചാട്ടമൊക്കെ കണ്ട് നല്ല അപ്പോൾ തന്നെ വൈകുന്നേരം ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ആ ചെക്ക് ഡാമിൻ്റെ സൈഡിലായിട്ട് ധാരാളം മീൻ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ കണ്ട ആ കൊഴുവയുടെ ആ കുഞ്ഞിൻ്റെ ഒരു സെറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവിടെ തോർത്തും കൊണ്ട് പിടിക്കുന്നത്. ഞങ്ങളൊക്കെ ആ ഒറ്റപ്പെടുത്തത്തിൽ തന്നെ ഒരു 10-200 കുഞ്ഞുങ്ങളെ കിട്ടി. ഒരു കൊഴുവയുടെ ജനസിൽപ്പെട്ട ഒരു കൊഴുവ തന്നെയാണെന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളാണത്. ഏതായാലും അത്ര മീൻ കിട്ടിയതുകൊണ്ട് നന്ദനയിൽ വളരെ ഹാപ്പിയാണ്. നന്ദനയിൽ അത് കൂടുകളിലേക്ക് തൽക്കാലത്തേക്ക് ഇടുകയാണ്. അപ്പുറത്ത് ബക്കറ്റ് ഇരിക്കുന്നുണ്ട്, ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനാണ് പുള്ളിയുടെ പ്ലാൻ. അപ്പം മീനൊക്കെ പിടിക്കാനും കുളിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ മോളത്തിൽ